ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അടിച്ചു പൊളിച്ച് പോവാണ് കേട്ടോ. നമ്മൾ വയനാട് പൂപ്പുലി കാണാൻ പോവാണ്. ബസ്സിൽ പാട്ടും ബഹളൊക്കെയാണ്. നമ്മൾ വയനാട് പൂപ്പുലി എന്നൊരു പരിപാടിയുണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പൂപ്പുലി കാണാൻ പോകുന്നത്. കൂടെയുള്ളവരൊക്കെ ഒരുപാട് പേര് ഇതിനു മുന്നേയും ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഞാനും അമ്മൂട്ടിയും ഒക്കെ ആദ്യമായിട്ടാണ് പോകുന്നത്. വലിയ പരിപാടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 15 ഏക്കർ സ്ഥലത്ത് പൂക്കളും കുട്ടികൾക്ക് കളിക്കേണ്ട കുറച്ച് സാധനങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്, എന്തായാലും എന്താണ് അവസ്ഥ എന്നുള്ളത് അവിടെ പോയിട്ട് കാണാം. ഇവിടെ എത്തിയത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബസ് നിർത്തിയിട്ടാണുള്ളത്. ഇതും എവിടെ സ്ഥലം എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. വയനാട് പോകുന്ന വഴിക്ക് നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കുമുള്ള ഭക്ഷണം കരുതിയിട്ടാണ് വന്നത്. അപ്പം ഒരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് പോവുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. എല്ലാവരും അടിച്ചു പൊളിച്ചു പോയി. അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. ഒരു 1/4 മണിക്കൂറൊക്കെ അവിടെ ഇരുന്നതിന് ശേഷമാണ് പോയത്. അങ്ങനെ നമ്മൾ വയനാട് പൂപ്പുലിയുടെ സ്ഥലത്തെത്തി. ഇതാണ് പൂപ്പുലി നടക്കുന്ന സ്ഥലം. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ പോയത് ഒരു സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ടോ ആയിരിക്കാം നല്ല തിരക്കായിരുന്നു. നടക്കാനുണ്ട്, ഒരുപാട് നടന്ന് വേണം പൂക്കൾ കാണാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കായതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെ സൂക്ഷിക്കുക, കയ്യിലുള്ള ആഭരണങ്ങൾ സൂക്ഷിക്കുക, പണം പേഴ്സ് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികളെ അവിടെ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പോലീസുകാരും സെക്യൂരിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും ആപത്തൊന്നും ഇല്ലാതെ കുട്ടികളെ സുരക്ഷിതമായിട്ട് തന്നെ രക്ഷിതാക്കൾക്ക് തിരിച്ചും കിട്ടി. അങ്ങനെ നമ്മൾ ഒരുപാട് നടന്ന് പൂക്കളൊക്കെ കണ്ട് കാണാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാ പൂക്കളും കാണിച്ചു തരാം. പോവാം. മയിലിൻ്റെ രൂപത്തിലാണ് കേട്ടോ ഇവിടെ പൂക്കളം റെഡിയാക്കിയിരിക്കുന്നത്. മയിലിൻ്റെ ചിറക് ആണ് പൂക്കളായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അമ്മൂട്ടീനെ കയ്യിൽ തന്നെ പിടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കൈ വിട്ട് കഴിഞ്ഞാൽ തിരക്കിലെവിടെയെങ്കിലും പെട്ടുപോകും. അതുകൊണ്ട് കൈ വിടാതെ കയ്യിൽ തന്നെ മുറുകെ പിടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് മല്ലികപ്പൂവ് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു വലിയൊരു സ്ഥലത്ത് തന്നെയായിരുന്നു. മഞ്ഞയും ഓറഞ്ചും അലങ്കാരപ്പണികളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇപ്പം നമ്മൾ പോകുന്ന സമയം ഒരു 5 മണി 5:30 സമയത്താണ് നമ്മളവിടെ ഉള്ളിലേക്ക് കയറിയത്. അവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ മുഴുവൻ ലൈറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാൻ നല്ല രസമായിരുന്നു. ഇതും ഇരുട്ടിൽ കാണാനായിരുന്നു ഭംഗി. ഇവിടെ വലിയൊരു സൂര്യകാന്തിയുടെ തോട്ടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് സ്ഥലം വരെ സൂര്യകാന്തിയായിരുന്നു. ഇത് വലിയൊരു ചിതൽപ്പുറ്റ്. പിന്നെ അവിടെ നിന്ന് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു നമുക്ക്. കാരണം നടന്ന് കാണേണ്ട കാഴ്ചകളായിരുന്നു.
വയനാട് പൂപ്പുലി കാണാൻ പോയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ വർഷം ആദ്യമായിട്ടാണ് പോയത്. ഒരുപാട് ഇഷ്ടമായി. അത്രയ്ക്ക് കാണാനുണ്ടായിരുന്നു. പിന്നെ തിരക്ക് കാരണം മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയത്. പൂക്കളുടെ ഒരു ഭാഗം കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് പക്ഷികളും കോഴികളും ഒക്കെയാണുള്ളത് കാണാൻ വേണ്ടിയിട്ട്. അതിനെയൊക്കെ നമ്മൾ കണ്ടു. തിരക്ക് തന്നെയാണ് കേട്ടോ ഇവിടെയും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തിരക്ക് തന്നെയായിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊരു ട്രെയിനിൻ്റെ രൂപത്തിലാക്കിയതാണ് കേട്ടോ. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അമ്മൂട്ടി ഇതിനകത്തൊക്കെ കയറി കുറച്ച് സമയം കഴിച്ചു. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളും അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. പിന്നെ അമ്മൂട്ടിക്ക് അതിൻ്റെ മുകളിൽ കയറണമെന്ന് ഭയങ്കര വാശി. അങ്ങനെ അവിടെ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ അരമണിക്കൂറാണ് അവിടെ ക്യൂ നിന്നത്. ടിക്കറ്റ് എടുത്തിട്ട് അരമണിക്കൂറോളം നമ്മളവിടെ ക്യൂ നിന്നത് അതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ഛനും മോളും കൂടെ ഈ പരിപാടിക്ക് പോയി. എനിക്കെന്തോ ഇതിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോയില്ല. എന്തൊക്കെയോ കണ്ടിട്ട് മുഖത്ത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു. കൈ കൊണ്ട് മാടി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഇവർ കണ്ട കാഴ്ചകൾ. അതിനകത്ത് കണ്ണാടിയിലൂടെ കണ്ടത് ഇതൊക്കെയായിരുന്നു. അമ്മനും കുറച്ചൊക്കെ പേടിയായി എന്ന് പറഞ്ഞു. അവരിത് കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് ഇറങ്ങിയപ്പോഴും കുറച്ചൊക്കെ പൂക്കളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവർ വിലക്ക് വാങ്ങിക്കുന്നതാണ് ഇത് ഇവിടെ ഉള്ളതെന്ന്. അപ്പുറത്തൊക്കെ കാണാൻ വെച്ചതാണെങ്കിലും ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ സെയിലിന് വേണ്ടി വെച്ച് വയ്ക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ കുറച്ച് സമയം കറങ്ങി തിരിഞ്ഞ് ഇനി പോകാനുള്ളത് സ്റ്റാളിലേക്കാണ്. അതാണല്ലോ മെയിൻ ലക്ഷ്യം. കമ്മൽ, മാല, വള, ബാഗ്, ഡ്രസ്സ് ഇതൊക്കെയായിരുന്നു ഉദ്ദേശം. കമ്മലാണ് കേട്ടോ. കമ്മലിനോട് ഭയങ്കര ഒരു ക്രേസിങ് ആണ്. അത് വേണ്ടിയിട്ടായിരുന്നു കയറിയത്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ നമുക്ക് ഓരോ സാധനങ്ങൾ കണ്ട് പോവാം. ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇത് പഴയകാല മിഠായി. നമ്മൾ കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പുളിയച്ചാർ, നെല്ലിക്ക അച്ചാർ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ജോക്കർ മിഠായി, ഗോൾഡ് മിഠായി, സിഗരറ്റ് മിഠായി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ പഴയതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിപ്സ് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഇവിടെ നിന്നൊന്നും. കാരണം നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ട് ഒരുപാട് യാത്രയുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒന്നും വാങ്ങിച്ച് കഴിക്കണ്ടെന്ന് പറഞ്ഞു. മമ്മൂട്ടിക്കും വലിയ താല്പര്യം ഇരുന്നില്ലായിരുന്നു. യാത്രയുള്ളത് കൊണ്ട് ക്ഷീണമായി. ഉള്ളിലുള്ള തിരക്ക് കണ്ടോ നിങ്ങൾ? ഇത്രയും ആളുടെ ഇടയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ തിരക്ക്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ എങ്ങനെ ഒരു കടയിലേക്ക് കയറിയിട്ട് സാധനങ്ങൾ നോക്കാനാ? ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കുറച്ച് ബുക്കുകളായിരുന്നു. ബുക്കുകളൊക്കെ വെറുതെ ഒന്ന് എടുത്ത് മറിച്ച് നോക്കി. അങ്ങനെ നോക്കുന്നതിനിടയിൽ അമ്മൂന് ഒരു ബുക്ക് കിട്ടി. അത് അമ്മു കൊച്ചു ടി വിയിൽ കാണുന്ന ഒരു ലില്ലി എന്നൊരു കഥാപാത്രമുള്ളൊരു കഥയുണ്ടായിരുന്നു. അവളതെടുത്ത് ആദ്യത്തെ പേജൊക്കെ മറിച്ച് നോക്കിയായിരുന്നു. അവൾ കണ്ട കഥ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അത് തന്നെയായിരുന്നു കഥ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് അത്തറുകളൊക്കെയുള്ള സ്ഥലത്തെത്തി. ഒന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മൾ തിരക്ക് കാരണം ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. പിന്നെ അവൾക്ക് കുറച്ചും കൂടെ പോയപ്പോൾ കമ്മൽ, മാലയൊക്കെയുള്ള സ്ഥലത്ത് നിന്ന് വളയും അവൾക്ക് മുടി കെട്ടാനുള്ളതും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കമ്മൽ കണ്ടിട്ട് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ 2 ജോഡി കമ്മലും എടുത്തായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വലിയൊരു സ്റ്റേജും അന്നത്തെ ദിവസം ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. ആകാശത്തോട്ടിൽ കയറണം എന്നുണ്ടായിരുന്നു, പക്ഷേ കയറിയില്ല. കയറിക്കഴിഞ്ഞാൽ എന്തായാലും തല കറങ്ങും. തിരിച്ച് ബസ്സിൽ ഇവിടെ ഇരിട്ടി വരെ എത്തുമ്പോഴത്തേക്കും പണി കിട്ടും.
അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒന്നിലും കയറിയിട്ടില്ല. കുറച്ച് സമയം അവിടെ ഇരുന്ന് ഗാനമേളയൊക്കെ കണ്ടു, അതിൽ കുറച്ച് സമയം നടന്നു, എല്ലാം കണ്ടു. ഇതിലൊന്നും കയറണം എന്നുള്ളൊരു ഇത് അമ്മൂട്ടിക്കും ഉണ്ടായിരുന്നില്ല. കാരണം ഇരുട്ടിയിലൊക്കെയുള്ള സമയത്ത് നമ്മൾ കയറുന്നതാണ്. പിന്നെ കയറി കഴിഞ്ഞാൽ എന്തായാലും തലകറക്കവും ക്ഷീണമൊക്കെ ആയിരിക്കും എന്നുള്ളത് അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ബസ്സിൽ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളാരും അതിന് വേണ്ടിയിട്ട് നോക്കിയിട്ടില്ല. കുറേ ടീമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബസ്സിൽ നിറയെ 40-45 പേര് പോയതായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ എല്ലാവരും വേറെ വേറെ സ്ഥലങ്ങളിലായി. പിന്നെ അമ്മൂട്ടിക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞ് ട്രെയിനിൽ കയറിയായിരുന്നു. ഇതാണത്. ഞാനും അമ്മൂട്ടിയാണ് കയറിയത്. ഇത് വലിയ റിസ്ക് ഒന്നുമില്ല, ചെറുതായിട്ടൊരു 2-3 റൗണ്ട് അടിക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനും അമ്മൂട്ടി അതിനകത്ത് കയറി കുറച്ച് സമയം അതിനകത്ത് ഇരുന്നു. ഞങ്ങളുടെ പുറകിലിരിക്കുന്ന ആ കൊച്ച് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ, പേടിച്ചിട്ട്. അവിടെ നമ്മൾ നേരെ ഫുഡ് പരിപാടി നോക്കാൻ പോയി. അവിടെ ഒരുപാട് തരത്തിലുള്ള ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. സുമേഷ് ചേട്ടനും അമ്മവും കൂടെ ജ്യൂസ് കഴിച്ചു. ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ, ചായ ജ്യൂസും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഗോബി മഞ്ചൂരി ഉണ്ടാക്കുന്നിടത്ത് പോയി. അമ്മൂട്ടിക്കത് വേണമെന്ന് ചോദിച്ചു. ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ പിന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഗോബി മഞ്ചൂരി വാങ്ങിച്ചു, അതും അവിടെ നിന്ന് കഴിച്ചു. കുറച്ച് സമയം അവിടെ തന്നെ നിന്നു. പിന്നെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു, ഗാനമേള കാണാൻ വേണ്ടിയിട്ട് പോയി. ഒന്ന് രണ്ട് പാട്ടുകൾ മാത്രമേ കേൾക്കാൻ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നിന്നും കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പോയ സ്ഥലമൊക്കെയാണ് ആ കാണുന്നത്. അപ്പോൾ പുറത്തേക്ക് പോവാം. നമ്മളിപ്പോൾ ഏകദേശം 8:45-9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഈ സമയത്താണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചത്. എല്ലാവരും കുറേ പേരൊക്കെ പുറത്തെത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. കുറേ പേര് പുറകിൽ വരുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു, വെള്ളവും ലൈറ്റും ഒക്കെ ആയിട്ട്. കുറേ ചെടികളും നല്ല രസമുണ്ടായിരുന്നു. തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ രാത്രിയിൽ ഈ ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പൂപ്പൊലിയും കഴിഞ്ഞു, അവിടെ എല്ലാം കഴിഞ്ഞു, പരിപാടിയും കഴിഞ്ഞു. അപ്പോഴാണ് വീഡിയോ ശരിക്കും എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യാൻ പോകുന്നതും ഒക്കെ. വീഡിയോസൊക്കെ എടുത്തിടും, അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനുള്ള ടൈമില്ല. ഒന്നാമത് ഈ വോയിസ് ഇടാനുള്ള വലിയൊരു ടാസ്ക് ആണ്, മടിച്ച് നിൽക്കുന്നത്. പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങിടും. എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് തിരിച്ച് പോവാം. അങ്ങനെ എല്ലാവരും ഉള്ള സ്ഥലത്ത് നമ്മളെത്തി. എല്ലാവരെയും കളക്ട് ചെയ്തു, ബസ്സിൽ കയറി. ആദ്യം കയറിയപ്പോൾ എല്ലാവരും ഉറക്ക ക്ഷീണം, നടന്നതിൻ്റെ കാലുവേദന, ക്ഷീണം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. പക്ഷേ ഒരു 12:30-1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും വീണ്ടും പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. പാട്ട് യൂട്യൂബിലായതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് ആവുന്നതുകൊണ്ടാണ് കേട്ടോ പാട്ടിൻ്റെ സൈലൻ്റ് ആക്കിയത്. അങ്ങനെ ബസ്സിൽ അടിച്ച് പൊളിച്ച് പിന്നെ കുറച്ച് സമയം നമ്മളിവിടെ നാട്ടിലെത്താൻ ശരിക്കും 2:30 ആയിട്ടുണ്ടാവും. അതുവരെ എൻജോയ് ചെയ്തു. നല്ലൊരു യാത്രയായിരുന്നു. ആദ്യമായിട്ട് പൂപ്പൊലി കാണാൻ പോയി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എത്തി, നമ്മുടെ നാടെത്തി. അപ്പോൾ ബൈ.